ഹായ് ഹലോ. ഇന്ന് ക്ലാസ് 7 ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിലെ ചാപ്റ്റർ 4 പ്രകാശം പതിക്കുമ്പോൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉരച്ച ഗ്ലാസ് ഷീറ്റ്, ചില്ലു ഗ്ലാസ്സിൽ എടുത്ത ശുദ്ധജലം, മരക്കട്ട, തുണി, വെള്ള പേപ്പർ, കറുത്ത ചാർട്ട് പേപ്പർ, ബട്ടർ പേപ്പർ, ജനൽ ചില്ല്, നാണയം, കണ്ണാടി, കണ്ണടച്ചില്ല്, മാർബിൾ, പോളിത്തീൻ കവർ, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ എന്നിവ എടുത്ത് അവയിലേക്ക് ടോർച്ച് പ്രകാശിപ്പിച്ച് നോക്കൂ. എന്താണ് കാണുന്നത്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ പട്ടികപ്പെടുത്തുക. അപ്പോൾ 2 ബോക്സായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ്. കടത്തിവിടുന്നത് ഏതൊക്കെയാണ്? ജനൽ ചില്ല്, ഉരച്ച ഗ്ലാസ് ഷീറ്റ്, ചില്ലു ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം, തുണി, വെള്ള പേപ്പർ, ബട്ടർ പേപ്പർ, കണ്ണടച്ചില്ല്, പോളിത്തീൻ കവർ, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ ഏതൊക്കെയാണ്? മരക്കട്ട, കറുത്ത ചാർട്ട് പേപ്പർ, നാണയം, കണ്ണാടി, മാർബിൾ. പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകാശത്തെ നന്നായി കടത്തിവിടുന്ന വസ്തുക്കൾ, ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക. പ്രകാശം നന്നായി കടത്തിവിടുന്നവ: ജനൽ ചില്ല്, ചില്ലു കഷ്ണം, ചില്ലു ഗ്ലാസ്സിൽ എടുത്ത ശുദ്ധജലം, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്നവ: ബട്ടർ പേപ്പർ, ഉരച്ച ഗ്ലാസ് ഷീറ്റ്, എണ്ണ പുരട്ടിയ പേപ്പർ, പോളിത്തീൻ കവർ. എന്താണ് സുതാര്യ വസ്തുക്കൾ? പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുതാര്യമായ വസ്തുക്കൾ എന്ന് പറയുന്നത്. എന്താണ് അർദ്ധധാര്യ വസ്തുക്കൾ? പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. എന്താണ് അധാര്യ വസ്തുക്കൾ? പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ. സുതാര്യമായ ഒരു ഗ്ലാസ് ഷീറ്റ് അർദ്ധധാര്യമോ അധാര്യമോ ആക്കാൻ സാധിക്കുമോ? എങ്ങനെ സാധിക്കും? പെയിൻറ് ഉപയോഗിച്ച്, ലോഹം പൂശൽ വഴി, ഗ്ലാസിനെ കരി പിടിപ്പിക്കുന്നതിലൂടെ, ഫ്രോസ്റ്റഡ് സ്പ്രേ ഉപയോഗിച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ശുദ്ധജലവും വായുവും അർദ്ധധാര്യമാക്കാൻ നമുക്ക് കഴിയുമോ? എങ്ങനെ കഴിയും? നമുക്ക് ശുദ്ധജലം അർദ്ധധാര്യമാക്കി മാറ്റാം. മഷി ചേർത്തുകൊണ്ട്, പാൽ ചേർത്തുകൊണ്ട്, കളിമണ്ണ് ചേർത്തുകൊണ്ട്, കളർ ചേർത്തുകൊണ്ട്, രാസവസ്തുക്കൾ ചേർത്തുകൊണ്ട്. നമുക്ക് വായുവിനെ അർദ്ധധാര്യമാക്കി മാറ്റാം. ചന്ദനത്തിരി ഉപയോഗിച്ച്, റീഫിൽ പേനയിൽ മഷി തീർന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് എങ്ങനെയാണ്? പേനയുടെ റീഫിൽ സുതാര്യമാണ്, അതിനാൽ ഉള്ളിൽ അവശേഷിക്കുന്ന മഷിയുടെ അളവ് നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ പട്ടിക പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട്, റീഡ് ചെയ്ത് നോക്കുക. സുതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ, അർദ്ധധാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ, അധാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭം. വാതിലുകളും ജനലുകളും അടച്ച് നിങ്ങളുടെ ക്ലാസ് മുറിയിലെ വെളിച്ചം മങ്ങിക്കുക. ഭിത്തിക്ക് അഭിമുഖമായി ഒരു കണ്ണാടി പിടിക്കുക. ടോർച്ചിൽ നിന്നുള്ള വെളിച്ചം അതിൽ വീഴട്ടെ. വെളിച്ചത്തിന് എന്ത് സംഭവിക്കും? കണ്ണാടിയിൽ തട്ടിയ ശേഷം പ്രകാശകിരണങ്ങൾ ഭിത്തിയിൽ പതിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? താഴെ പറയുന്ന വസ്തുക്കളെ ചുമരിനോട് ചേർത്ത് പിടിച്ച് ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ഓരോന്നിലും വീഴാൻ അനുവദിച്ചുകൊണ്ട് പരീക്ഷണം ആവർത്തിക്കുക. ക്ലാസ് മുറിയുടെ ജനലും വാതിലും അടച്ച് പ്രകാശം കുറയ്ക്കൂ. ഒരു കണ്ണാടി ചുമരിന് അഭിമുഖമായി പിടിച്ച് ടോർച്ചിൽ നിന്നുള്ള പ്രകാശം അതിൽ പതിപ്പിച്ചു നോക്കൂ. പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു? പ്രകാശരശ്മികൾ കണ്ണാടിയിൽ തട്ടി ചുവരിൽ വന്നു പതിച്ചതു കണ്ടില്ലേ? താഴെ പറയുന്ന വസ്തുക്കൾ ചുമരിന് അഭിമുഖമായി പിടിച്ച് ടോർച്ച് ഉപയോഗിച്ച് പ്രകാശം പതിപ്പിച്ച് പരീക്ഷണം ആവർത്തിക്കൂ. ഇവിടെ ആവശ്യമായ സാമഗ്രികൾ കൊടുത്തിട്ടുണ്ട്. മിനുസമുള്ള ടൈല്, പുതിയ സ്റ്റീൽ പ്ലേറ്റ്, ഓട്, ഹാർഡ് ബോർഡ്, പേപ്പർ, മരക്കട്ട. പരീക്ഷണം താഴെ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രകാശം പതിച്ച വസ്തുക്കൾ: മുഖം നോക്കുന്ന കണ്ണാടി, പേപ്പർ, മിനുസമുള്ള ടൈല്, പുതിയ സ്റ്റീൽ പ്ലേറ്റ്, ഓട്, ഹാർഡ് ബോർഡ്, മരക്കട്ട. പ്രകാശം വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നതിലുള്ള വ്യത്യാസം എന്താണ്? ഫസ്റ്റ് എന്താ? പ്രകാശം നന്നായി തിരിച്ചു പോകുന്നു. അങ്ങനെ ഓരോന്നിൻ്റെയും പ്രത്യേകത എഴുതിയിട്ടുണ്ട്. അത് റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. എന്താണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം? പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം. ചുമരിലേക്ക് പ്രകാശം നന്നായി പ്രതിഫലിക്കുന്നത് വസ്തുക്കളുടെ പ്രതലം സ്പർശിച്ചു നോക്കൂ. എന്താണ് അനുഭവപ്പെടുന്നത്? മിനുസമുള്ള വസ്തുക്കൾ പ്രകാശം നന്നായി ചുമരിലേക്ക് പ്രതിഫലിപ്പിക്കുന്നു. ചുമരിലേക്ക് പ്രകാശം നന്നായി പ്രതിഫലിപ്പിക്കാത്ത വസ്തുക്കളുടെ പ്രതലം എങ്ങനെയുള്ളതായിരിക്കും? പരുപരുത്ത പ്രതലങ്ങൾക്ക് പ്രകാശത്തെ ചുമരിലേക്ക് നന്നായി പ്രതിഫലിക്കാൻ കഴിയില്ല. മുഖം നോക്കുന്ന കണ്ണാടിയിലും സാൻഡ്
പേപ്പറിലും പ്രകാശം പതിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രതിഫലനമാണ് താഴെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ചിത്രങ്ങൾ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ രൂപീകരിക്കൂ. മുഖം നോക്കുന്ന ദർപ്പണമുണ്ട്, സാൻഡ് പേപ്പറുണ്ട്. മുഖം നോക്കുന്ന കണ്ണാടിയിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപതിക്കുന്നു. സാൻഡ് പേപ്പറിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്ക് ചിതറിത്തെറിക്കുന്നു. എന്താണ് ക്രമപ്രതിപതനം? മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പതിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം. പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. എന്താണ് വിസരിത പ്രതിപതനം? മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം. ശാസ്ത്രകിറ്റിൽ നിന്നും സാമഗ്രികൾ എടുത്തൊരു പരീക്ഷണം ചെയ്യുക. ആവശ്യമായ സാമഗ്രികൾ: ചെറിയ കണ്ണാടി കഷ്ണം, ചിത്രത്തിൽ കാണുന്നത് പോലെ നിർമ്മിച്ച ഒരു പ്രൊട്ടക്ടർ, സുതാര്യമായ പ്ലാസ്റ്റിക് പെട്ടി, ഡബിൾ സൈഡ് ടേപ്പ്, ലേസർ ടോർച്ച്, ചന്ദനത്തിരി, തീപ്പെട്ടി. സുതാര്യമായ പ്ലാസ്റ്റിക് പെട്ടിയുടെ ഒരു വശത്ത് ചെറിയ കണ്ണാടി കഷ്ണം ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഉറപ്പിക്കുക. ചന്ദനത്തിരി ഉപയോഗിച്ച് പെട്ടിയിൽ പുക നിറയ്ക്കുക. നിങ്ങൾ നിർമ്മിച്ച പ്രൊട്ടക്ടർ ചിത്രത്തിൽ കാണുന്നത് പോലെ എന്ത് ചെയ്യുക? പ്ലാസ്റ്റിക് പെട്ടിക്ക് താഴെ ക്രമീകരിക്കുക. ഈ പ്രൊട്ടക്ടറിൽ 90 ഡിഗ്രി കോണിൽ കണ്ണാടിയിലേക്ക് ഒരു ലംബരേഖ വരയ്ക്കുക. പ്രൊട്ടക്ടറിൻ്റെ വിവിധ കോണിലൂടെ ലേസർ ടോർച്ച് ലംബരേഖ ദർപ്പണത്തിൽ സ്പർശിക്കുന്ന ബിന്ദുവിലേക്ക് പ്രകാശിപ്പിക്കുക. പ്രകാശരശ്മി തിരിച്ചു വരുന്നത് നിരീക്ഷിക്കുക. ടോർച്ചിൽ നിന്ന് വരുന്ന പ്രകാശരശ്മിയും ലംബത്തിനും ഇടയ്ക്കുള്ള കോൺ അളക്കുക. ഇതുപോലെ തിരിച്ചു വരുന്ന പ്രകാശരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണും അളന്ന് പട്ടികയിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ ഇവിടെ കോണളവ് രേഖപ്പെടുത്തിയൊരു പട്ടിക കൊടുക്കുന്നുണ്ട്. റീഡ് ചെയ്ത് എഴുതിയെടുക്കുക കേട്ടോ. ദർപ്പണത്തിൽ പതിച്ച പ്രകാശരശ്മിയും പ്രതിഫലിച്ച രശ്മിയും കണ്ടല്ലോ. ഇവയുടെ രേഖാചിത്രം നിരീക്ഷിക്കൂ. പതനരശ്മി. ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി, അതായത് ഇൻസിഡൻറ്റ് റേ. പതനബിന്ദു. പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതനബിന്ദു, അതായത് ലംബം. ലംബം എന്ന് പറഞ്ഞാൽ പതനബിന്ദുവിൽ ദർപ്പണത്തിന് ലംബമായി വരക്കുന്ന രേഖയാണ് ലംബം, നോർമൽ. പ്രതിപതന രശ്മി. പ്രകാശം പതനബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്ന രശ്മിയാണ് പ്രതിപതന രശ്മി, റിഫ്ലക്റ്റഡ് റേ. എന്താണ് പതനകോൺ? പതനരശ്മിക്കും ലംബത്തിനുമിടയിലുള്ള കോണാണ് പതനകോൺ. എന്താണ് പ്രതിപതന കോൺ? പ്രതിപതന രശ്മിക്കും ലംബത്തിനുമിടയിലുള്ള കോണാണ് പ്രതിപതന കോൺ. എന്താണ് പ്രതിപതന നിയമങ്ങൾ? പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. പതനരശ്മിയും പ്രതിപതന രശ്മിയും പതനബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിൽ ആയിരിക്കും. ചിത്രം നിരീക്ഷിക്കൂ. ബൾബിൽ നിന്നുള്ള പ്രകാശം കണ്ണിനും പുസ്തകത്തിലും എത്തുന്നുണ്ട്. പുസ്തകം കാണാൻ പ്രകാശം എങ്ങനെയാണ് കണ്ണിലെത്തുന്നത്? ബൾബിൽ നിന്നുള്ള പ്രകാശം പുസ്തകത്തിൽ തട്ടി കണ്ണിലെത്തുന്ന പ്രകാശപാതയുടെ ചിത്രീകരണം നിരീക്ഷിച്ച് ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കൂ. നാം വസ്തുക്കളെ കാണുന്നത് എങ്ങനെ? ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.